Welcome to MrUnbox and Travel. This is OnePlus 10T 5G. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്മാർട്ട് ഫോൺ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റും. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഏകദേശം 10 ദിവസത്തോളമായിട്ട് ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു യൂസർ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിലുള്ള റിവ്യൂ ആയിരിക്കും ഞാൻ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നുണ്ടാവുക. എനിവേ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഏവർക്കും അറിയുന്ന കാര്യമാണ് ഇത്തവണത്തെ 2022 ഫിഫ ഫുട്ബോൾ വേൾഡ് കപ്പ് നടക്കുന്നത് ഖത്തറിലാണ്. ഈ ഒരു വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും ഈ ഒരു ഫിഫ ഫുട്ബോൾ വേൾഡ് കപ്പ് കാണാൻ വരുന്നവരുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഖത്തറിൽ നിന്ന് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ ഒരു കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിവേ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂസിലേക്ക് കടക്കാം. ബോക്സിനകത്ത് വരുന്ന ഐറ്റംസ് നോക്കുകയാണെങ്കിൽ 160 വാട്ടിൻ്റെ ചാർജിങ് അഡാപ്റ്റർ കൂടെ ഉണ്ട്. പിന്നെ വരുന്നത് ടൈപ്പ് സി ടു ടൈപ്പ് സി ചാർജിങ് കേബിളാണ്. സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള OnePlus 10T. ഇത് ഗ്ലോബൽ വേർഷൻ ആണ്. ഇതിൻ്റെ കൂടെ TPU കേസ് ലഭ്യമല്ല. 2 കളേഴ്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ കയ്യിലുള്ളത് ജെയ്ഡ് ഗ്രീൻ എന്ന് പറയുന്ന കളറാണ്. ഇത് കൂടാതെ തന്നെ മൂൺ സ്റ്റോൺ ബ്ലാക്കിലും അവൈലബിൾ ആണ്. ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ OnePlus 10 Proയുടെ ആ ഒരു സിമിലർ ഡിസൈൻ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പിറകിൽ ഉപയോഗിച്ചിരിക്കുന്ന കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ള ഗ്ലാസ് മെറ്റീരിയൽ ആണ് വരുന്നത്. ഗ്ലോസി ഫിനിഷിംഗ് ആണ് വരുന്നത്. അതുപോലെ തന്നെ സൈഡ് വരുന്ന കുറച്ച് കേർവ് ആയിട്ടുള്ള ഡിസൈൻ ആണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കയ്യിൽ ഒതുങ്ങുന്നുണ്ട്. അതേസമയം തന്നെ അല്പം സ്ലിപ്പറിയാണ്. അതുകൊണ്ട് തന്നെ കേസ് ഉപയോഗിച്ചുകൊണ്ട് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി പ്രൊട്ടക്ഷന്. ക്യാമറ മൊഡ്യൂൾ അല്പം ബൾജായിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ക്യാമറ മൊഡ്യൂളാണ്. ഫ്രെയിം വരുന്നത് പ്ലാസ്റ്റിക് ആണ്. 8.8 mm ആണ് ഇതിൻ്റെ ബോഡി തിക്നെസ്. 204 gram ആണ് ഇതിൻ്റെ ബോഡി വെയിറ്റ് വരുന്നത്. ഇനി മറ്റു കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിലാണ് പവർ ബട്ടൺ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ മുകൾ വശത്തായിട്ട് നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ മൈക്കും ഒരു ചെറിയൊരു സ്പീക്കർ ഗ്രില്ലും കാണാൻ സാധിക്കും. ലെഫ്റ്റ് സൈഡിലാണ് വോളിയം റോക്കേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. താഴ്വശത്താണ് നമുക്ക് സിം ട്രേ യൂസ് ചെയ്യാൻ സാധിക്കുക. 2 നാനോ സിം കാർഡാണ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുക. മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ഇന്റേണൽ മൈക്ക്, ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്, സ്പീക്കർ ഗ്രില്ല്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഡിസൈൻ വൈസ് കാണാൻ സാധിക്കുന്നത്. ഓവറോൾ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ ഒരു പ്രീമിയം ഫീൽ നൽകുന്ന ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിച്ചത്. ഡിസ്പ്ലേയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 6.7 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz ആണ് ഇതിന്റെ റിഫ്രഷ് റേറ്റ് വരുന്നത്. ഫുൾ HD+ ആണ് റെസൊല്യൂഷൻ. കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 394 പിക്സൽ പെർ ഇഞ്ച് ആണ് ഇതിന്റെ ഡെൻസിറ്റി. അതുപോലെ തന്നെ 360 Hz ആണ് ഇതിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നത്. HDR10+ ഇതിൽ സപ്പോർട്ടാണ്. അതുപോലെ തന്നെ 10-bit ഡിസ്പ്ലേ ആണ് വരുന്നത്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ വെളിയിലൊക്കെ പോയാലും നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ റീഡ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല കളർഫുൾ ആയിട്ടുള്ള വിഷ്വലും കാര്യങ്ങളും നമുക്ക് ഇതിൽ ആസ്വദിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഏത് ആംഗിളിൽ നിന്നും നല്ല പക്ക ക്ലാരിറ്റിയിൽ നമുക്ക് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഡിസ്പ്ലേയുടെ ഒരു ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ എനിക്ക് കാണാൻ സാധിച്ചത്. ഫ്ലാഗ്ഷിപ്പ് പ്രൊസസർ ആയിട്ടുള്ള Qualcomm Snapdragon 8+ Gen 1 എന്ന് പറയുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റിൽ ഒന്നാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 4 nm ആണ് ഇതിന്റെ ചിപ്സ് സൈസ്. 5G പ്രൊസസറാണ്. ഒക്ടാ കോറിൽ 3.19 GHz ആണ് ഇതിന്റെ ക്ലോക്ക് സ്പീഡ്. Adreno 730 എന്ന് പറയുന്ന പവർഫുൾ ആയിട്ടുള്ള GPU ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹാർഡ്വെയർ സൈഡ് നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ് എനിക്ക് ഇതിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. യാതൊരു ഇഷ്യൂസ് ഇതുവരെ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലിക്വിഡ് കൂൾ ടെക്നോളജി ഒക്കെ ഇതിൽ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ ഇതുവരെ എനിക്ക് ഹീറ്റിംഗ് ഇഷ്യൂ അത്തരത്തിലുള്ള ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹാർഡ്വെയർ സൈഡ് നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ കാഴ്ചവെച്ചത്. ഒഫീഷ്യലായിട്ട് IP റേറ്റിംഗ് മെൻഷൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ വാട്ടർ റെസിസ്റ്റന്റ് അല്ല എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് പരിഗണിക്കേണ്ടിയിരിക്കുന്നത്. എനിവേ 3 മെമ്മറി വേരിയൻസിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആവുന്നത്. 8GB റാമിൽ 128, 12GB റാമിൽ 256GB, പിന്നെ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന 16GB റാമിൽ 256GB മെമ്മറി വേരിയൻറ്റ്. നമുക്ക് മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. UFS സ്റ്റോറേജ് ടൈപ്പ് വരുന്നത് 3.1 ആണ്. LPDDR5 ആണ് റാം ടൈപ്പ് വരുന്നത്. ഇതുകൂടാതെ തന്നെ റാം എക്സ്പാൻഷൻ വഴി നമുക്ക് 7GB വരെ നമുക്കിതിൽ അധികരിപ്പിക്കാൻ പറ്റും. കണക്ടിവിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു സ്മാർട്ട് ഫോൺ 5G സ്മാർട്ട് ഫോൺ ആണെന്ന്. അതുകൊണ്ട് തന്നെ 2 വേരിയന്റിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആകുന്നത്. ഇന്ത്യൻ വേരിയന്റിൽ 11ഓളം 5G ബാൻഡ്സും നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യുന്ന ഗ്ലോബൽ വേരിയന്റിൽ 16ഓളം 5G ബാൻഡ്സും സപ്പോർട്ടാണ്. ഡ്യുവൽ 4G LTE ഇതിൽ സപ്പോർട്ടാണ്. അതുപോലെ തന്നെ Wi-Fi 6 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ബ്ലൂടൂത്തിൻ്റെ 5.2 ആണ് ഇതിൽ വേർഷൻ വരുന്നത്. NFC അവൈലബിൾ ആണ്. ഇതുകൂടാതെ Wi-Fi കോളിംഗും അവൈലബിൾ ആണ്. Android 12ലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. അതുകൂടാതെ തന്നെ ഓക്സിജൻ OS വേർഷൻ വരുന്നത് 12.1 ആണ്. 3 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, അതായത് Android 15 വരെ ഇതിൽ നമുക്ക് അപ്ഡേറ്റ് ലഭിക്കുമെന്നും 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ലഭിക്കുമെന്നാണ് കമ്പനി പറയുന്നത്. ഇപ്പോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം ഇതൊരു പേരിനാണ് ഓക്സിജൻ OS എന്നുള്ളത്. കാരണം ആ ഒരു കളർ OSന്റെ ആ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ആ ഒരു യൂസർ ഇന്റർഫേസ് ആണ് നമുക്ക് ഇതിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. എങ്കിലും വളരെ സ്മൂത്ത് ആയിട്ടും ലാഗ് ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിലുള്ള ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ആസ്വദിക്കാൻ സാധിച്ചത്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്.
സ്പീക്കർ ക്വാളിറ്റി വൈസ് പറയുകയാണെങ്കിൽ ബാലൻസ്ഡ് സൗണ്ട് അല്ല, താഴ്വശത്താണ് കൂടുതൽ കേൾക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ സൗണ്ടാണ്, അത്യാവശ്യം ലൗഡ് ആയിട്ടുള്ള സ്പീക്കർ ക്വാളിറ്റിയാണ് കേൾക്കാൻ സാധിച്ചത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത്, ഒപ്റ്റിക്കലാണ് സെൻസർ വരുന്നത്. ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് തന്നെ വളരെ വിത്തിൻ സെക്കൻഡ് കൊണ്ട് തന്നെ ഫിംഗർ പ്രിന്റ് റീഡ് ചെയ്യുന്നുണ്ട്. ഇനി ഫേസ് ലോക്കിൻ്റെ കാര്യം എടുത്താലും സെയിം തന്നെയാണ്, വിത്തിൻ സെക്കൻഡ് കൊണ്ട് തന്നെ ഫേസ് ലോക്കും ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ബാറ്ററി സൈഡ് നോക്കുകയാണെങ്കിൽ 4800 mAh ബാറ്ററിയാണ് വരുന്നത്. നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനൊപ്പം ലഭിക്കുന്ന ചാർജർ എന്ന് പറയുന്നത് 160 വാട്ടിൻ്റെ ചാർജറാണ്. എങ്കിൽ കൂടി 150 വാട്ടാണ് ഇതിൻ്റെ മാക്സിമം ചാർജിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു ചാർജർ യൂസ് ചെയ്തുകൊണ്ട് 0 to 100 ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് വെറും 20 മിനിറ്റിനുള്ളിൽ തന്നെയാണ്. അതായത് ഇവൻ ഞാൻ ട്രൈ ചെയ്തപ്പോഴും ഏകദേശം 20 മിനിറ്റ് കൊണ്ട് തന്നെ 0 to 100 ചാർജ് ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാറ്ററി ലൈഫിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇത്ര ദിവസം യൂസ് ചെയ്ത എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ നമുക്ക് 1.5 ദിവസത്തോളം ഈ ഒരു സ്മാർട്ട് ഫോൺ ഈസി ആയിട്ട് യൂസ് ചെയ്യാം. അതല്ല നമ്മളൊരു ഹെവി യൂസർ ആണെങ്കിൽ ഏകദേശം ഒരു ദിവസം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. അതേസമയം തന്നെ നമുക്ക് ഇതിൽ വയർലെസ് ചാർജിങ് സപ്പോർട്ട് അല്ല എന്നുള്ള കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ്. ഗെയിമിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കുന്നത് ഒരു പ്രോ ലെവൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഇതിൽ ആസ്വദിക്കാൻ സാധിച്ചു എന്നതാണ്. കാരണം കോൾ ഓഫ് ഡ്യൂട്ടിയാണ് ഞാൻ ഇതിൽ കളിച്ചിട്ടുള്ളത്. നോർമലി നമ്മൾ 30 to 45 മിനിറ്റ്സ് ആണ് കളിക്കാറുള്ളതെങ്കിൽ ഇതിൽ ഞാൻ ഏകദേശം 1 മണിക്കൂറോളം ഗെയിം കളിച്ചിട്ടുണ്ട്. കാരണം ആ ഒരു ത്രില്ലിൽ ഞാൻ ഈ ഒരു മണിക്കൂറോളം കളിച്ചിട്ടുണ്ട്. കാരണം അത്രയും ഗംഭീരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഹീറ്റിംഗ് ഇഷ്യൂ എന്നുള്ള രീതിയിലൊരു ഇഷ്യൂസ് എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം വേപ്പർ കൂളിംഗ് സിസ്റ്റം ഇതിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പറയത്തക്ക രീതിയിലുള്ള ഹീറ്റിംഗ് ഇഷ്യൂ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അതുപോലെ തന്നെ വളരെ സ്മൂത്ത് ആയിട്ട് കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. യാതൊരു തരത്തിലുള്ള ലാഗിങ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഫ്രെയിം റേറ്റ് ഇഷ്യൂ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞ ആ ഒരു പ്രോ ലെവൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് എനിക്കിതിൽ ആസ്വദിക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊരു ഗെയിമിംഗ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോൺ നിരാശപ്പെടുത്തില്ല എന്ന കാര്യം സത്യമാണ്. 3 ക്യാമറയാണ് പിറകിൽ വരുന്നത്. 50 മെഗാ പിക്സലിന്റെ മെയിൻ ലെൻസ് വിത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ആണ് വരുന്നത്. 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ്, 2 മെഗാ പിക്സലിന്റെ മാക്രോ ലെൻസ്. എനിവേ ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് വിലയിരുത്തുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയത്തക്ക രീതിയിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് ലഭിച്ചിട്ടില്ല. നമുക്കൊരു എബോ ആവറേജ് ആയിട്ടുള്ള ഫോട്ടോസാണ് മിക്ക സമയത്തും ലഭിച്ചിട്ടുള്ളത്. എസ്പെഷ്യലി മെയിൻ ലെൻസിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസൊക്കെ നല്ലതാണ്, ഒറ്റ നോട്ടത്തിൽ വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഇല്ല. എങ്കിലും വലിയ രീതിയിലുള്ള ഒരു ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ഒരു ഷാർപ്നെസ്സോ മിക്ക ഫോട്ടോസിൽ എനിക്ക് കാണാൻ സാധിച്ചില്ല എന്ന കാര്യമുണ്ട്. അതുപോലെ തന്നെ ഡെയിലി പെർഫോമൻസ് നല്ലതാണ്, അതുപോലെ HDR പെർഫോമൻസ് നല്ലതാണ്, പോർട്രേറ്റ് പെർഫോമൻസ് നല്ലതാണ്. ഇതിൽ തന്നെ എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് നൈറ്റ് പെർഫോമൻസ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. ആ ഒരു സമയത്തൊക്കെ എടുത്ത ഫോട്ടോസ് ആണെങ്കിൽ അത്യാവശ്യം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നൽകുന്ന ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു നൈറ്റ് പെർഫോമൻസ് തന്നെ എനിക്ക് ഇതിൽ ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ട്. അൾട്രാ വൈഡ് ലെൻസിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസും നമുക്ക് കുഴപ്പമില്ല, അത്യാവശ്യം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടെന്ന് പറയാം. അതുപോലെ തന്നെ മാക്രോയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 2 മെഗാ പിക്സൽ ലെൻസാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പെർഫോമൻസ് മാത്രം പ്രതീക്ഷിച്ചാൽ മതി. ഒരു വാവ് ഫാക്ടറോ അല്ലെങ്കിൽ ഒരു ഗംഭീരമായിട്ടുള്ള ഫോട്ടോസോ കാര്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. അപ്പോൾ ഓവറോൾ ഈ ഒരു ക്യാമറ പെർഫോമൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരു എബോവ് ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിട്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു ക്യാമറ പെർഫോമൻസിനെ കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇനി സെൽഫി ക്യാമറയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 16 മെഗാ പിക്സലിൻ്റെ പഞ്ച് ഹോൾ ക്യാമറയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സെൽഫി ഫോട്ടോസും ഇത്തരത്തിൽ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും സെൽഫി ഫോട്ടോസിൽ എനിക്ക് കണ്ടിട്ടില്ല. പക്ഷേ നല്ല രീതിയിലുള്ള പോർട്രേറ്റ് ഫോട്ടോസ് ലഭിക്കുന്നുണ്ട്. ഡേലൈറ്റ് പെർഫോമൻസും അത്യാവശ്യം നല്ലതാണ്. HDR ഫോട്ടോസിൽ ചില സമയത്ത് ഒരു ഇത്തിരി സ്ട്രഗിൾ, എസ്പെഷ്യലി ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ ആ ഒരു കളേഴ്സിൽ ഒരു ചെറിയൊരു സ്ട്രഗിൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ നൈറ്റ് പെർഫോമൻസും അത്യാവശ്യം നല്ലതാണ്. അപ്പോൾ ഓവറോൾ ക്യാമറ വൈസ് സെൽഫി ആൻഡ് റിയർ ക്യാമറ വൈസ് നോക്കുകയാണെങ്കിൽ ഒരു എബോവ് ഡീസൻ്റ് ആയിട്ടുള്ള ക്യാമറ പെർഫോമൻസ് ആയിട്ട് മാത്രമാണ് എനിക്കിതിനെ ഫീൽ ചെയ്തിട്ടുള്ളത്. ലോക ഫുട്ബോൾ മാമാങ്കത്തിന് ഖത്തറിൽ കൊടിയേറാൻ എനിക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, വിരലിൽ ഉണ്ടാവുന്ന ദിവസങ്ങൾ മാത്രം. എനിവേ OnePlus 10T എടുക്കുന്ന വീഡിയോ ഫൂട്ടേജാണിത്. 4K 60 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ ഫൂട്ടേജ് വരുന്നത്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ HDR പെർഫോമൻസ് ഒക്കെ സൂപ്പർബായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റെബിലിറ്റിയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണുന്നുണ്ട്. കളേഴ്സ് ഒരു ഇത്തിരി സാച്ചുറേറ്റഡ് ആണ്. പക്ഷെ ഓവറോൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു വീഡിയോ ക്വാളിറ്റി തന്നെയാണ് എനിക്കിതിൽ കാണാൻ സാധിച്ചത്. OnePlus 10Tയുടെ സെൽഫി വീഡിയോ ഫൂട്ടേജ് ആണിത്. ഫുൾ HDയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. HDR നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കളേഴ്സ് ഒരു ഇത്തിരി സാച്ചുറേറ്റഡ് ആണ്. സ്റ്റെബിലിറ്റി നമുക്കൊരു ആവറേജ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. 4K ഇതിലില്ല എന്നതൊരു നെഗറ്റീവായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്, കാരണം ഇത്രയും പൈസയുടെ ഒരു ഫോണായിട്ട്. പക്ഷെ ഓവറോൾ വീഡിയോ ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റിയുള്ള വീഡിയോ തന്നെയാണ് കാണാൻ സാധിച്ചത്. OnePlus 10T 5Gയുടെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 12GB + 256GB എന്ന് പറയുന്ന ഒരൊറ്റ മെമ്മറി വേരിയന്റ് ആണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളൂ.
2649 ഖത്തർ റിയാൽ, ഏകദേശം ഇന്ത്യയുടെ 58,000 ആണ് ഇതിന് പ്രൈസ് വരുന്നത്. എനിവേ ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഒരു ഡീസൻറ്റ് സ്മാർട്ട് ഫോൺ എന്ന് പറയാൻ സാധിക്കും. എസ്പെഷ്യലി ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ്, സ്റ്റീരിയോ സ്പീക്കർ ക്വാളിറ്റി നല്ലതാണ്, ബാറ്ററി ലൈഫും നല്ലതാണ്, അതുപോലെ തന്നെ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നല്ലതാണ്. ക്യാമറ പെർഫോമൻസും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ OnePlusന്റെ സ്മാർട്ട് ഫോൺ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റുന്ന സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ ഒരു OnePlus 10T 5G. ഇന്നത്തെ ഈ ഒരു OnePlus 10T 5Gയുടെ റിവ്യൂ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചും വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ദയവ് ചെയ്തൊന്ന് കമൻറ്റ് രേഖപ്പെടുത്തുക. ഇത്തരത്തിലുള്ള വീഡിയോസ് ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.